നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഓപ്പണിംഗ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വൈറ്റിന് സാധ്യമായ 20 മൂവുകളെക്കുറിച്ചാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇങ്ങനെയുള്ള വൈറ്റിന്റെ ഏത് മൂവിനെതിരെയും ബ്ലാക്കിനും 20 രീതിയിൽ പ്രതികരിക്കാൻ കഴിയും. നമുക്ക് അത് ഓരോന്നും വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യമായി വൈറ്റിന്റെ ഏറ്റവും പോപ്പുലറായ E4 മൂവിനെതിരെ ബ്ലാക്കിന് എങ്ങനെയെല്ലാം പ്രതികരിക്കാൻ കഴിയുമെന്ന് നോക്കാം. ഇങ്ങനെ വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകളെ കിങ്സ് പോൺ ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയും ബ്ലാക്കിന് 20 ഓപ്ഷൻസ് ഉണ്ട്. വൈറ്റിന്റെ E4 മൂവിനെതിരെ ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നതിന് സെൻജോ ഡിഫൻസ് അല്ലെങ്കിൽ ബേക്കേഴ്സ് ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ ലോക ചാമ്പ്യനായിരുന്ന വില്യം സ്റ്റെയിനിസിനെതിരെ ബേക്കർ എന്ന പ്ലെയർ ഈ ഓപ്പണിംഗിലൂടെ വിജയിച്ചതിലൂടെയാണ് ഈ ഓപ്പണിംഗ് ഫേമസ് ആവുന്നത്. പിന്നീട് മറ്റു പല പ്ലെയേഴ്സും ഈ ഓപ്പണിംഗ് ഉപയോഗിച്ച് ചില പ്രധാന ഗെയിമുകൾ വിജയിച്ചതോടെ ഈ ഓപ്പണിംഗ് അവരുടെ പേരിലും അറിയപ്പെടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇനിയുള്ള വീഡിയോകളിൽ പറയാം. നമുക്കിനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. അടുത്തത് A5 ആണ്. ഇത് വെയർ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ A4 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകളെ വെയർ ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അതേ പ്രസ്റ്റൺ വെയറിന്റെ പേരിൽ തന്നെയാണ് ഈ ഡിഫൻസും അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ചും വിശദമായിട്ട് പിന്നീട് പറയാം. അടുത്തത് B5 ആണ്. ഇവിടെ ഇപ്പോൾ B5 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. എന്നാൽ വൈറ്റിന്റെ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പണും ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ വൈറ്റിന് ആ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ആ പോണിനെ വിട്ടെടുക്കാനും കഴിയും. ഇങ്ങനെ നഷ്ടപ്പെടുന്ന പോണിന് പരമായിട്ട് ബ്ലാക്കിന് യാതൊരു അഡ്വാൻറ്റേജും കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്യാമ്പിറ്റായിട്ടും കണക്കാക്കാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊക്കെ കാരണമാകും അധികമാരും ഈ ഡിഫൻസിലേക്ക് പോകാത്തത്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തത് ബ്ലാക്കിന്റെ B6 മൂവാണ്. ഇത് ഓവൻസ് ഡിഫൻസ് അല്ലെങ്കിൽ ക്വീൻസ് ഫിയാങ്കാറ്റോ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ഗ്രെക്കോ ഇങ്ങനൊരു ഡിഫൻസിന്റെ സാധ്യതകളെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ജോൺ ഓവൻ എന്ന പ്ലെയർ സാക്ഷാൽ പോൾ മോർഫിക്കെതിരെ വിജയിച്ചതോടെയാണ് ഈ ഡിഫൻസ് ഫേമസ് ആകുന്നത്. ഇനിയുള്ളത് E4 മൂവിനെതിരെ ബ്ലാക്കിന്റെ ഏറ്റവും സ്ട്രോങ് മൂവുകളായ C6 C5 ആണ്. ഇതിൽ ബ്ലാക്ക് C6 മൂവ് ചെയ്തതിനെ കാരോക്കൻ ഡിഫൻസ് എന്നും C5 മൂവ് ചെയ്തതിനെ സിസിലിയൻ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരോക്കൻ ഡിഫൻസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രണ്ട് ചെസ് പ്ലെയേഴ്സിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ചെസ് പ്ലെയർ ആയിരുന്ന ഹൊറാറ്റോ കാരോയും ഓസ്ട്രിയൻ ചെസ് പ്ലെയർ മാർക്കസ് കാനും ചേർന്നാണ് ഇങ്ങനൊരു ആശയം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഈ ഡിഫൻസ് അവരുടെ രണ്ടുപേരുടെയും പേരിൽ തന്നെ അറിയപ്പെടുന്നതും. ഇനി ഏറ്റവും പഴയതും ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സിസിലിയൻ ഡിഫൻസ് ആണ്. ഇറ്റാലിയൻ ചെസ് പ്ലെയർ ആയിരുന്ന പൊളേരിയോ 1594 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലാണ് ഇങ്ങനൊരു ആശയം അവതരിപ്പിക്കുന്നത്. ആദ്യകാലത്ത് ഈ പേരിലെല്ലാം അറിയപ്പെട്ടിരുന്നെങ്കിലും ആ കാലഘട്ടത്തിലെ പ്രധാന പ്ലെയേഴ്സ് ഇത് സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ പോപ്പുലർ ആകുകയും ഓരോ കാലഘട്ടത്തിലും കൂടുതൽ വേരിയേഷൻസ് ഡെവലപ്പായി വരികയും ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 1813 ജേക്കബ് ഹെൻറി എന്ന ഇംഗ്ലീഷ് ചെസ് മാസ്റ്റർ ഈ മൂവ് അടങ്ങിയ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സിസിലിയൻ ഡിഫൻസ് എന്നൊരു പേര് കൊടുക്കുന്നത്. സിസിലി എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ദ്വീപാണ്. ഒരുപക്ഷെ ആദ്യമായി ഇങ്ങനൊരു മൂവ് സജസ്റ്റ് ചെയ്ത പൊളേരിയോ ആ ദ്വീപിലുള്ള ആളായിരിക്കാം. അല്ലെങ്കിൽ കൂടുതൽ കോൺട്രിബ്യൂഷനും ആ ഭാഗത്തു നിന്നും വന്നതുകൊണ്ടാവാം. എന്തായാലും E4-നെതിരെയുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളതെന്നായിട്ട് ഇപ്പോഴും ഈ സിസിലിയൻ ഡിഫൻസ് തുടരുകയാണ്. ഇനി E4-നെതിരെ ബ്ലാക്ക് D6 മൂവ് ചെയ്തതിനെ പെർക്ക് ഡിഫൻസ് എന്നും D5 മൂവ് ചെയ്തതിനെ സ്കാൻഡിനേവിയൻ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഓരോ ഓപ്പണിങ്ങളെ കുറിച്ചും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോന്നും വിശദമായിട്ട് പറയാം. അടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രഞ്ച് ഡിഫൻസ് ആണ്. അതും വളരെ വലിയൊരു ഏരിയയാണ്. അതിനെക്കുറിച്ചും വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. അടുത്തത് E5 മൂവാണ്. വൈറ്റിൻ്റെ കിങ്സ് പോൺ ഓപ്പണിങ്ങിനെതിരെ ബ്ലാക്കും അതേ ഓപ്പൺ ചെയ്യുന്നത്. ഇതിനെ ഡബിൾസ് കിങ്സ് പോൺ ഓപ്പണിംഗ് എന്നോ അല്ലെങ്കിൽ ഓപ്പൺ ഗെയിം എന്നോ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഓപ്പണിംഗ് സീരീസിൽ ആദ്യമായിട്ട് വിശദമായി പഠിക്കാൻ പോകുന്നത് ഈ ഓപ്പണിങ്ങും ഇതിൻ്റെ വേരിയേഷൻസും ആണ്. മറ്റുള്ള ഓപ്ഷൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. E4 മൂവിനെതിരെ ബ്ലാക്ക് F6 മൂവ് ചെയ്തതിന് ബാൻസ് ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ബ്ലാക്കിൻ്റെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഗാംബിറ്റാണ് F5. ഇത് ഡുറാസ് ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഒരു പോണിനെ വെറുതെ കൊടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കിങ്ങിൻ്റെ ഈ ഒരു ഡയഗണൽ വൈറ്റിൻ്റെ ക്വീനിനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ ഗാംബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാംബിറ്റിൻ്റെ മറ്റുള്ള മൂവുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. ഇനി ബ്ലാക്ക് G6 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ മോഡേൺ ഡിഫൻസ് എന്നും G5 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ബോർഗ് ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയുള്ളത് വളരെ റയറായിട്ട് മാത്രം കണ്ടുവരുന്ന രണ്ട് മൂവുകളാണ്. ഒന്നാമത്തത് H5 മൂവ് ചെയ്തുകൊണ്ടുള്ള ഗോൾഡ് സ്മിത്ത് ഡിഫൻസ് ആണ്. ഈ ഓപ്പണിങ്ങിൽ തുടങ്ങിയൊരു ഗെയിം നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു.
H6 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ ഡിഫൻസിനെ ഒരു വീക്ക് ഡിഫൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് കിങ്സ് പോൺ ഓപ്പണിങ്ങിനെതിരെ ബ്ലാക്കിൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ്. ഇനി നമ്മൾ ഓരോന്നും വിശദമായിട്ട് നോക്കാൻ പോവുകയാണ്. ആദ്യമായി വൈറ്റിൻ്റെ E4 മൂവിനെതിരെ ബ്ലാക്കും അതേ മൂവ് തന്നെ ചെയ്യുന്ന ഓപ്പൺ ഗെയിംസിനെ കുറിച്ചാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓപ്പണിംഗ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ആദ്യ വീഡിയോയിൽ കുറച്ച് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ ഓപ്പണിങ്ങിനെ കുറിച്ചും വെറുതെ പറയാതെ ഏതെങ്കിലും ഒരു ഓപ്പണിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പമായിരിക്കുമെന്ന്. രണ്ടാമത് പറഞ്ഞത് ഓരോ ഓപ്പണിങ്ങിൻ്റെയും പേര് എഴുതി കാണിച്ചാൽ അതും കൂടുതൽ എളുപ്പമായിരിക്കുമെന്ന്. ഈ രണ്ട് കാര്യങ്ങളിലേക്കും നമ്മൾ വരുന്നതേ ഉള്ളൂ. അതായത് ഓപ്പണിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ രണ്ട് വീഡിയോയും ചെയ്തത്. നമ്മൾ ഓരോ ഓപ്പണിങ്ങിലും സെപ്പറേറ്റ് വീഡിയോ തീർച്ചയായിട്ടും ചെയ്യും. ആ സമയത്ത് അതിൻ്റെ പേരുകൾ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും. അങ്ങനെ പേര് കാണിക്കുന്നതിൻ്റെ കാരണം ഇതിൽ പല വാക്കുകളും നമ്മുടെ മലയാളം വാക്കുകളല്ല, കൂടുതലും ഇറ്റാലിയനും ഫ്രഞ്ചും സ്പാനിഷും ഭാഷയിലെ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചരിക്കുന്നത് പലതും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അതിൻ്റെ സ്പെല്ലിംഗ് എഴുതി കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ വായിക്കാൻ പറ്റും. ഇനി ആദ്യത്തെ കമൻറ്റിലേക്ക് വരാം. ഇങ്ങനെ വൈറ്റിന് സാധ്യമായിട്ടുള്ള ആദ്യത്തെ മൂവുകളും അതിനെതിരെ ബ്ലാക്കിനുള്ള മൂവുകളും വെറുതെ കാണിച്ചതല്ല. എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, നമ്മളൊരു ഓപ്പണിംഗ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന അതേ മൂവല്ല എതിരാളി മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച്. അതിനുള്ള മറുപടിയാണ് ഈ രണ്ട് വീഡിയോകൾ. ഇപ്പോൾ നമ്മുടെ ഓരോ മൂവിനെതിരെയും എതിരാളിക്ക് നമ്മൾ പഠിക്കുന്ന മൂവ് മാത്രമല്ല വേറെ ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണാം. ഇനി തുടർന്നുള്ള മൂവുകളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഈ ഓപ്പൺ ഗെയിമിൽ നിന്ന് പോലും നമുക്ക് പല രീതിയിൽ മുന്നോട്ട് പോകാം. വൈറ്റിന് ഇനിയും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ അടുത്ത് D4 മൂവ് ചെയ്തുകൊണ്ട് സെൻറ്റർ ഗെയിമിലേക്ക് മാറാം. ഈ മൂവിനെതിരെയും ബ്ലാക്കിന് പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത് ഓരോന്നിട്ട് പിന്നീട് നോക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ കിവിന് വെച്ച് ആ പോണിനെ തിരിച്ചു വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ആ പോൺ കൊണ്ട് മുന്നോട്ട് പോകാം. അതുമല്ലെങ്കിൽ ഒരു പോണിനെ കൂടെ ഗ്യാമ്പിറ്റ് ചെയ്തുകൊണ്ട് ഡാനിഷ് ഗ്യാമ്പിറ്റിലേക്ക് മാറാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ D4 മൂവ് ചെയ്തുകൊണ്ട് സെൻറ്റർ ഗെയിമിലേക്ക് അല്ലാതെ F4 മൂവ് ചെയ്തുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കിങ്സ് ഗ്യാമ്പിറ്റിലേക്കും പോകാം. ഇവിടെ ഇപ്പോൾ പോണുകളെ അല്ലാതെ വേണമെങ്കിൽ നൈറ്റുകളെ ഡെവലപ്പ് ചെയ്യാം, അല്ലാതെ ബിഗിനർ പ്ലേയേഴ്സിനെതിരെ വേണമെങ്കിൽ ക്വീനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കാം, അല്ലെങ്കിൽ ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യാം. ഇത് ബിഷപ്സ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ അല്ലാതെ നൈറ്റുകൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നൈറ്റിനെ വേണമെങ്കിൽ C3ലേക്ക് ഡെവലപ്പ് ചെയ്യാം. ഇതിന് വിയന്ന ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ C3ലേക്ക് അല്ലാതെ A3ലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വെട്ടി മാറ്റിക്കൊണ്ട് ഇവിടെ വൈറ്റിൻ്റെ ക്വീൻ സൈഡ് വീക്കാക്കാൻ കഴിയും. അതുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷൻ അല്ല. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിതിൽ ആദ്യം നോക്കാൻ പോകുന്നത് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ E5ലെ പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയേഷനാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ E5ലെ പോണിനെതിരെ അറ്റാക്കാണ്. ബ്ലാക്കിനിവിടെ പ്രധാനമായും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും കരുക്കൾ ഉപയോഗിച്ച് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഇവിടെ വൈറ്റ് ചെയ്ത പോലെ തന്നെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ഈ സപ്പോർട്ടില്ലാത്ത പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യാം. ഇതിന് പെട്രോ ഡിഫെൻസ് അല്ലെങ്കിൽ റഷ്യൻ ഡിഫെൻസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അല്ലാതുള്ള ഓപ്ഷൻ ഈ അറ്റാക്കുള്ള പോണിനെ ഡിഫെൻഡ് ചെയ്യുക എന്നാണ്. ഇപ്പോൾ ഈ പോണിനെ പോണുകൾ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ D6 മൂവ് കൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യാം. അതിന് ഫിലിഡോ ഡിഫെൻസ് എന്നറിയപ്പെടുന്നു. നമുക്ക് ഈ ഡിഫെൻസിലേക്ക് നേരത്തെ കണ്ട പെർക്ക് ഡിഫെൻസ് കളിച്ചുകൊണ്ടും വരാം. അതായത് വൈറ്റ് E4 മൂവ് ചെയ്യുമ്പോൾ ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നത് പെർക്ക് ഡിഫെൻസാണ്. ആ സമയത്ത് വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് E5 മൂവ് ചെയ്തുകൊണ്ട് നേരത്തെ കണ്ട ഈ ഫിലിഡോ ഡിഫെൻസിലേക്ക് തന്നെ എത്താൻ കഴിയും. ഇതുപോലെ മൂവ് ഓർഡറുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പല ഓപ്പണിങ്ങളിൽ നിന്നും മറ്റു പല ഓപ്പണിങ്ങളിലേക്കും മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നോക്കിയത് E5 പോണിനെ D6 മൂവ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുള്ള ഓപ്ഷനാണ്. ഇവിടെ ഇപ്പോൾ D6 അല്ലാതെ പോൺ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് F6 മൂവ് ചെയ്തുകൊണ്ടാണ്. ഇത് വളരെ വീക്കായിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം കിങ്ങുള്ള ഈ ഡയഗണൽ വീക്കാക്കിക്കൊണ്ടാണ് ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡിഫൻസ് ഡാമിയാനോ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പോണും ബിഷപ്പും മാത്രം ഉപയോഗിച്ച് ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡാമിയാനോ സജസ്റ്റ് ചെയ്ത ഒരു ഓപ്പണിംഗ് ആണ്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. ഇനിയുള്ളൊരു ഓപ്ഷൻ ക്വീൻ ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ വേരിയേഷൻ ഗുണ്ടറാൻ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വേരിയേഷനിലുള്ള വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതും കണ്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. ഇനിയുള്ള മറ്റൊരു ഓപ്ഷൻ ഈ ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ബിഷപ്പ് ഇപ്പോൾ D6ലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഈ D പോൺ പിന്നീട് മുന്നോട്ട് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്ഷൻ അല്ല.
ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ വേരിയേഷനാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിനെ അടുത്ത നൈറ്റിനെ കൂടെ C3 ഡെവലപ്പ് ചെയ്യാം. അതിന് 3 നൈറ്റ്സ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ D4 കൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ കഴിയും. ഈ ഓപ്പണിംഗ് സ്കോച്ച് ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ വൈറ്റ് നൈറ്റ് വെച്ച് ആ പോണിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് നൈറ്റ് വെച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈറ്റിനുള്ള പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ബിഷപ്പിനെ B5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുക എന്നത്. ഇത് റൂയി ലോപ്പസ് ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്പാനിഷ് ഗെയിം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചും വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. എന്നാൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബിഷപ്പിനെ B5 കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് എടുക്കുന്ന വേരിയേഷൻ അല്ല, പകരം ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള F7 പോണിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്ന വേരിയേഷനാണ്. ഇത് ഇറ്റാലിയൻ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. ബിഗിനർ പ്ലെയേഴ്സിന് വളരെ ഈസിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് തന്നെ സെലക്ട് ചെയ്യുന്നത്. വൈറ്റിൻ്റെ ഈ മൂവിനെതിരെ ബ്ലാക്കിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച മൂവുകളും തുടർന്നുള്ള വേരിയേഷനുകളും ഇവിടെ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളും പെട്ടുപോകാൻ സാധ്യതയുള്ള ട്രാപ്പുകളും എല്ലാം ഉൾപ്പെടുത്തിയാണ് തുടർന്നുള്ള വീഡിയോസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തവരും അറിയാൻ താല്പര്യമുള്ളവരും ഇനിയുള്ള വീഡിയോസ് മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.